അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മീൻ വിഭവങ്ങൾ ഇഷ്ടമുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും ഫേവറേറ്റായ മീൻ പൊള്ളിച്ച റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തയ്യാറാക്കിയാലോ? ആദ്യം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. മസാലയിലേക്ക് ആവശ്യമായ ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു തക്കാളിയുടെ പകുതി, ഒരു സവാള, ഒരു പിടി മല്ലിയില, 2 ചെറുനാരങ്ങയുടെ നീര്, കറിവേപ്പില, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നന്നായി അരച്ചെടുക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വീട്ടിൽ കരിമീൻ, നെയ്മീൻ, ഏത് വലിയ മീൻ കിട്ടിയാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത്. ഞാനിവിടെ മസാല തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അരച്ചെടുക്കണേ. ഞാനിവിടെ പൊള്ളിക്കാൻ വേണ്ടി നെയ്മീനാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. മീൻ നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ 2 വശവും ഉൾഭാഗത്തും നന്നായി കൈകൊണ്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പൊള്ളിച്ചെടുക്കാം. അങ്ങനെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീനെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഫോയിൽ പേപ്പർ എടുക്കുക. ഫോയിൽ പേപ്പറിലാണ് കേട്ടോ ഞാൻ പൊള്ളിക്കുന്നത്. ഫോയിൽ പേപ്പറിൽ സവാള, ചെറുനാരങ്ങ, തക്കാളി റൗണ്ട് ഷേപ്പിൽ ചെറുതാക്കി കട്ട് ചെയ്തത് നമുക്ക് ഫോയിൽ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയും ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെയാണ് കേട്ടോ നമ്മൾ ഫിഷ് വെച്ച് കൊടുക്കേണ്ടത്. പൊതിയൊന്നും വേണ്ട, നേരെ നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കി, കുക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ പൊള്ളിച്ച മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.